ഇപ്പോ ഇപ്പൊ ഇത്തരം കാര്യത്തിന് ബാലാമണി വില്ലിംഗ് ആയേ പറ്റൂ. അത് ബാലാമണിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്നെയാ. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇങ്ങനൊരു നാടകത്തിനൊന്നും എനിക്ക് വയ്യ. നാടകമെന്ന് പറയാൻ ബാലാമണി ഒരുപാട് അഭിനയിക്കൊന്നും വേണ്ട. അതെ, ഒന്നും ചെയ്യണ്ട, കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡീൽ ചെയ്തോളാം. ദേ, ബാലാമണി മരിക്കുന്നത് ബാലാമണിയുടെ ജീവന് വേണ്ടി തന്നെയാ. എനിക്ക് പേടിയാ സർ. ആർക്കെങ്കിലും സംശയം തോന്നിയാ പിന്നെ തീർന്നില്ലേ? ആർക്കും സംശയം തോന്നില്ല. സത്യസന്ധമായ കാര്യങ്ങൾക്ക് ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. ബാലാമണി ഇത്തിരി ധൈര്യം കാണിച്ചാൽ മാത്രം മതി. ഞാൻ അടുത്ത് നിൽക്കല്ലേ. എന്റെ ദേഹത്ത് ജീവൻ ഉള്ളിടത്തോളം ബാലാമണിക്ക് ഒന്നും സംഭവിക്കില്ല. കേട്ടില്ലേ? ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും. ബാലാമണി ധൈര്യമായിട്ടിരിക്കേ. എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. ഇപ്പോഴേ എന്റെ കൈയും കാലും വിറയ്ക്കുക. ബാലാമണി, ഇത് ജീവിതത്തിൽ ഒരു പരീക്ഷണ ഘട്ട. ഇത് ജയിക്കേണ്ടത് നിന്റെയും നിന്റെ കുഞ്ഞിന്റെയും ജീവിതത്തിന് അത്യാവശ്യ. ഇത്രയും കാലം എത്ര കഷ്ടപ്പെട്ടു ബാലാമണി നീ. ഇനിയെങ്കിലും നിന്റെ ശത്രുക്കൾക്ക് ജയിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത് നീ. നമുക്ക് ജയിക്കണം. ഇനി ആരുടെ മുമ്പിലും നമ്മൾ തോൽക്കരുത്. തോൽക്കാൻ പാടില്ല. സഹിക്കാനൊരു സമയം, ആ സമയത്ത് നമ്മൾ ഒരുപാട് സഹിച്ചില്ലേ? ഇനി ജീവിക്കാനുള്ള സമയ. അതിന് തിരിച്ചു തല്ലേണ്ടി വന്ന് അങ്ങ് തല്ലണം. ഇനി തോൽക്കില്ല എന്ന് നിന്റെ മനസ്സിനെ പറഞ്ഞങ്ങ് പഠിപ്പിക്കണം. സാർ പറയൂ, ഞാൻ എന്താ വേണ്ടത്? ഇവിടെ എത്തിക്കാമെന്നാണ് രാഘവൻ പറഞ്ഞത്. അവന് വിശ്വസിക്കാവോ? ഏയ്, പറഞ്ഞു പറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആരെയും അന്ധമായി വിശ്വസിക്കരുത് സോളമ. സ്വയരക്ഷയ്ക്ക് ആയുധം എടുത്തോ. സ്വയരക്ഷയ്ക്ക് മാത്രമല്ല അത്. ബാലാമണി മരിച്ചിട്ടില്ലെങ്കിൽ, രാഘവൻ അവളെ കൊന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കൈകൊണ്ട് തീർക്കണോ അവളെ? കുറ്റം അവനെ ഏൽക്കേണ്ടി വരും. വരൂ. രാഘവനോടെ അണ്ണാകത്തുണ്ട്. നടക്ക്. കാശ് തരാം. ഡെഡ് ബോഡി ആദ്യം കാണണം, എന്നിട്ട് കാശ്. വാ.
മരിച്ചു എന്ന് ഉറപ്പ് വരുത്താനാ. അത് ഞാൻ ഉറപ്പുവരുത്തി തരാം. ദേവി, ഞാൻ മനസ്സിൽ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല ബാലാമണിയോട് മരിച്ചു പോട്ടെ എന്നൊക്കെ പറഞ്ഞത്. അപ്പോഴത്തെ ദേഷ്യത്തില് അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. എന്റെ നാക്കീന്ന് വീണത് അറും പറ്റി പോവല്ലേ ദേവി. ബാലാമണിക്ക് ഒന്നും സംഭവിക്കില്ലേ. 7 ദിവസം ഞാൻ നടക്കിൽ വന്ന് പ്രായശ്ചിത്ത പ്രദക്ഷിണം വെച്ചോളാം. ബാലാമണിയുടെ ജീവന് അപകടം ഒന്നും വരുത്തല്ലേ. കാത്തു രക്ഷിക്കണേ ദേവി. No! ഇവള് ചത്തു. ഇനി നമ്മുടെ ഒരു ബുള്ളറ്റും കൂടി ഇവളുടെ ബോഡിയിൽ തെളിവായിട്ട് വേണ്ട. രാഘവ, ഈ ബിച്ചിന്റെ ശവം എന്ത് ചെയ്യും? കല്ല് കെട്ടി ചാക്കിലാക്കി കടൽ ചേരുന്നിടത്ത് കായലിലെറിയാം. ശവം പൊങ്ങിയാലോ? പൊങ്ങില്ല. അതിനാ കല്ല് കെട്ടി ചാക്കിലാക്കുന്നത്. അഴുകും മുമ്പ് സ്രാവ് വെട്ടി തിന്നോളും. അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇത്രയ്ക്ക് ധൈര്യം നിനക്ക്? ഈ താലി എന്റെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം ഇതൊന്നും സമ്മതിക്കില്ല ഞാൻ. എന്നെ തല്ലാൻ മാത്രം വളർന്നോടി നീ? എന്റെ മുഖത്ത് തല്ലി അന്ന് നിന്നോട് ഞാൻ പറഞ്ഞതാ. കളി ആരോടാണെന്ന് ഇപ്പൊ മനസ്സിലായോടി? തല്ലടി, എടി തല്ലാൻ. തല്ല്, എടി തല്ലാൻ. തല്ല്, എടി തല്ലാൻ. തല്ലടി, തല്ല്, എടി തല്ലാൻ. മോളെ മോളെ മതി. എഴുന്നേക്ക്, എഴുന്നേക്ക്. കൊണ്ടുപോയി കെട്ടി താഴ്ത്ത രാഘവ ഇവളുടെ ശവം.
പോയോ സർ? പോയി, എല്ലാവരും പോയി. എനിക്കൊന്ന് കരയണം സർ. ഏയ് ബാലാമണി, എന്താ ഇത്? മോളെ, ഒന്നുമില്ല. ദേ, കണ്ട് ബോധ്യപ്പെട്ടല്ലോ അല്ലേ? ദാ, തികച്ചുണ്ടോ? അഡ്വാൻസ് വാങ്ങിച്ചത് കിഴിച്ച് ബാക്കി തുക വേണമെങ്കിൽ എണ്ണി നോക്കാം. വേണ്ട. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശല്യമാണ് രാഘവൻ ഒഴിവാക്കി തന്നത്. പ്രതിഫലം തന്നതോടെ ഇനി അതിന് നന്ദി പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാ, എവിടെയെങ്കിലും വച്ച് യാദൃച്ഛികമായി കണ്ടാലും ഒരു പഴയ പരിചയക്കാരന്റെ ലോഹ്യം പറച്ചിലൊന്നും വേണ്ട. ദേ, ഒരിക്കലും രാഘവൻ അങ്ങോട്ട് വരില്ല. പോയവർ പലരും രാഘവനെ അന്വേഷിച്ച് വന്നിട്ടേ ഉള്ളൂ. നിങ്ങളും വരും. പേടിച്ചു പോയി ബാലമണി. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പേടിച്ചിട്ടില്ല ഞാൻ. ഈ മരണത്തിനും ജീവിതത്തിനിടയിലുള്ള നൂൽപ്പാലം എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ. ഞാൻ മരണം മുന്നിൽ കണ്ടിരുന്നു. ഏത് നിമിഷവും മരിക്കുമെന്ന് തന്നെ വിചാരിച്ചു. ഒരു ശ്വാസം ഉയർന്നു പോയാൽ അവസാനിച്ചേനെ എല്ലാം. 3 സമയത്താ എൻ്റെ ശ്വാസം നിലച്ചുപോയേ. ആദ്യം നിന്റെ മൂക്കിനടുത്ത് വിരൽ വെച്ച് അവൾ ശ്വാസം പരിശോധിച്ച് നോക്കിയപ്പോൾ, പിന്നെ സോളമൻ തോക്കെടുത്തപ്പോൾ, അവസാനം ബാലാമനിയുടെ കയ്യിൽ കവിത പിടിച്ചപ്പോൾ ഈ പൾസ് എങ്ങനെ അറിഞ്ഞു പോയാലോ? അതെ, ഇവിടെ ഇനി നിൽക്കുന്നത് ശരിയല്ല. വേഗം രക്ഷപ്പെട്ടോ. ഈ ചാക്കെന്തിനാ? ഇത് അടുത്ത അംഗത്തിനുള്ളതാ. ബാലാമണിയെ കാണാതായെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ ഒരു അന്വേഷണം വന്നുകൂടായകയില്ല. വന്നാലും അത് നമ്മളിലേക്കുള്ള വഴിയൊന്നും തുറക്കില്ല. എന്നാലും കുറച്ചു കാലത്തേക്കൊരു ശ്രദ്ധ വേണം. ഏത് കാലത്തൊരു അന്വേഷണം വന്നാലും രാഘവൻ ഞങ്ങളെ കണ്ടിട്ടുമില്ല, ഞങ്ങളെ അറിയത്തുമില്ല. മനസ്സിലായല്ലോ? മനസ്സിലായി. പിടിക്കപ്പെട്ടാലും നിങ്ങളുടെ ആരുടെയും പേര് ഞാൻ പറയില്ല. അതുപോരെ? കായലിൽ എവിടെ കെട്ടി താഴ്ത്തും? ഞാൻ പറഞ്ഞില്ലേ, കായൽ ചെന്ന് കടലുമായി യോജിക്കുന്ന ഒരു സ്ഥലമുണ്ട്. തികച്ചും മധ്യഭാഗം. വമ്പൻ സ്രാവുകളുടെ ഒരു കേന്ദ്രം അത്. അവിടം വരെ ഒന്നും നമുക്ക് പോകാൻ പറ്റില്ല. അങ്ങോട്ടേക്ക് കായലിന്റെ കുത്തൊഴുക്കുള്ള സ്ഥലത്ത് എറിഞ്ഞുകളയാം. ശവം ഒഴുക്കുന്ന സ്ഥലം വരെ ഞങ്ങളും വരാം. അല്ല, അത് ഈ രാത്രി കുതുമ്പുവെള്ളത്തില് കായലിന്റെ നടുക്ക് വരെ വരാനോ? ഹേയ്, അതല്ല. കരയ്ക്ക് നിന്നോളാം ഞങ്ങള്. ആഴക്കടലില് ഇവളെ എറിയുന്നത് എനിക്കൊന്ന് കാണാലോ.
എന്നാലും ഈ സമയമായിട്ടും അവളെ കാണുന്നില്ലല്ലോ മോളെ. അപകടം പിടിച്ച സ്ഥലത്തേക്കാ പോയേക്കുന്നതല്ലേ? അതെ, ഞാൻ പറഞ്ഞില്ലേ അമ്മയോട്, അവളെ കൊല്ലാൻ ഏൽപ്പിച്ചവർക്ക് അവളുടെ ശവം കാണണം. എന്തൊരു ക്രൂരതയത്! പോലീസിൽ അറിയിച്ചൂടെ? പോലീസിൽ അറിയിക്കാൻ തെളിവ് വല്ലതും വേണ്ടേ? ഇനി അഥവാ തെളിവുണ്ടെങ്കിൽ തന്നെ അവരൊക്കെ വലിയ വലിയ ആളുകളാ. ഈസിയായിട്ട് രക്ഷപ്പെട്ടു പോവും. അകത്തായി പോകുന്നതേ നമ്മുടെ രാഘവനായിരിക്കും. തെറ്റ് ചെയ്തത് ആരായാലും ശിക്ഷിക്കപ്പെടണം. അവനെ അറസ്റ്റ് ചെയ്താ നിയമം നടപ്പായല്ലോ എന്ന് കരുതി സന്തോഷിക്കും ഞാൻ. അവര് വരുന്നുണ്ടല്ലോ. എന്താ മോളെ ഇത്ര താമസിച്ചത്? ഞങ്ങൾ പേടിച്ചിരിക്കുകയായിരുന്നു. എന്റെ ശവം കാണാൻ പോലും ആർത്തി ഓരോരുത്തർക്ക്. കരയല്ലേ എന്റെ മോള്, കരയാതിരിക്കുക. അമ്മ കൂടെ ഉള്ളപ്പോ ഒരു ചെകുത്താനും മോളെ ഒന്നും ചെയ്യില്ല. രച്ചു, ബാലേച്ചി വിളിച്ചോണ്ട് പോ അകത്തേക്ക്. എന്താ മോനെ ഉണ്ടായത്? ഏയ് ഒന്നുമില്ല. ബാലാമണി മരിച്ചു എന്ന് അവരെ അങ്ങ് വിശ്വസിപ്പിച്ചു. എങ്ങനെ? എങ്ങനെയൊക്കെയോ. ഒരു സംശയം തോന്നിയിരുന്നെങ്കിൽ ഇതൊന്നും ആവില്ലായിരുന്നു സ്ഥിതി. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു കാരണവശാലും ഈ തുരുത്തിന് പുറത്തേക്ക് വിടരുത് ബാലാമണിയെ. എനിക്ക് കുറച്ച് സമയം കൂടെ വേണം. രാഘവനെവിടെ മാഷേ? അവനിപ്പോ കായലിന് നടുക്കുണ്ടാവും. ബാലാമണിയുടെ ശരീരം കായലെറിയാൻ. പിടിക്ക്. കൊണ്ടുവാ. വേഗം വാ. ഒന്ന് തള്ളി വിറ. കുരുവി, നീ എഴുന്നേക്കരുത്. അവർ കരയിലുണ്ട്, പോയിട്ടില്ല. ശരി.